മനസ്സിൽ ലീഡർ എന്നും ഊർജ്ജസ്വലമായ ഊഷ്മളമായ ഒരു ഓർമ്മയാണ്. അതിനൊരു ചരമവാർഷികത്തിൻ്റെയോ അനുസ്മരണ സമ്മേളനമോ ഇല്ലാതെ എല്ലാ മലയാളിയും എപ്പോഴും ഓർക്കുന്ന, എല്ലാ കോൺഗ്രസ്സുകാരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സമാനതകളില്ലാത്ത നേതാവാണ് ലീഡർ. കേരളത്തിലെ കോൺഗ്രസിന് ഇതുവരെയും ഇനി നാളെയും ഒറ്റ ലീഡറെ ഉണ്ടാകും. ഒറ്റ ലീഡർ. പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടാണ് അദ്ദേഹത്തെ ലീഡർ എന്നറിയപ്പെട്ടത്. ഞാൻ പാർലമെന്ററി പാർട്ടി ലീഡറാണ്, പക്ഷെ ഞാൻ ലീഡറല്ല. ലീഡർ എല്ലാവരുടെയും മനസ്സിൽ, എൻ്റെ മനസ്സിലും എല്ലാ മലയാളിയുടെയും മനസ്സിലും എല്ലാ കോൺഗ്രസ്സുകാരുടെ മനസ്സിലും ഇനി എത്ര വലിയ ആളുകൾ വന്നാലും ഒരു ലീഡർ ഉണ്ടാവും. അത് ശ്രീ കെ കരുണാകരൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഞാൻ എപ്പോഴും അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആദ്യം ഒരാളോട് ചോദിച്ചാൽ പറയും തന്ത്രശാലിയായ ചാണക്യനായ രാഷ്ട്രീയ നേതാവാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ പറയും മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ആളാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന മുന്നണി രാഷ്ട്രീയത്തിന് ഏറ്റവും ശക്തമായ മാതൃക നൽകിയ ഒരാളാണ്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടത്തുന്ന, സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരെക്കുറിച്ചും പാവപ്പെട്ടവരെക്കുറിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളെക്കുറിച്ചും ചിന്തയുള്ള, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം എന്ന് തീരുമാനമെടുക്കുന്ന, ആ തീരുമാനത്തിന് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ആദ്യം തീരുമാനമെടുക്കട്ടെ, തടസ്സങ്ങൾ പിന്നെ മാറ്റാം എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണ്. ഗവൺമെന്റ് സെക്രട്ടറിമാരും IAS ഉദ്യോഗസ്ഥന്മാരും ബ്യൂറോക്രാറ്റ്സും കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു കാര്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണിറുക്കി കാണിച്ച് കാര്യമൊന്ന് നടപ്പാക്കും, മറ്റത് നമുക്കങ്ങ് മാറ്റാം എന്ന് ധൈര്യമായി പറയുന്ന ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി. വേണമെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന തീരുമാനങ്ങൾ, നിയമപരമായ കാര്യങ്ങളെ മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ, അതൊന്നും അദ്ദേഹത്തിന് തൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് പ്രവർത്തകർ എപ്പോഴും ആവേശം നിറഞ്ഞുകൊണ്ട്, ഒരാൾക്കും കഴിയാത്ത തരത്തിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട്, അവരുടെ കുടുംബത്തിലെ ഒരാളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരാണ് എന്നുള്ളൊരു വിശ്വാസം ജനിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. ഇതിന് ഒരുപാട് സവിശേഷതകൾ. ഏറ്റവും പ്രധാനം ഉറച്ച ദൈവവിശ്വാസി, മതവിശ്വാസി. അതായിരിക്കുമ്പോൾ തന്നെ അണുവിട വ്യതിചലിക്കാത്ത മതേതര നിലപാട്. ഒരാൾക്ക് ഈശ്വരവിശ്വാസിയായും സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായും നിൽക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി എല്ലാം കാണിച്ചതുപോലെ എങ്ങനെ സെക്കുലർ ആകാം? ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സെക്കുലർ നിലപാടുകളെ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഒരാളും അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള സെക്കുലർ പൊസിഷനിങ് ആണ്. ഞാൻ നോക്കിക്കണ്ട, ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഞാൻ നോക്കിക്കണ്ട അദ്ദേഹത്തിന്റെ സവിശേഷതകളാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും, ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞാനൊരു പുതിയ വാക്ക് പറഞ്ഞു. UDF എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിനപ്പുറത്ത് അതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. രാഷ്ട്രീയ പാർട്ടികളെ കൂടാതെ സാമൂഹ്യ ഘടകങ്ങൾ, നിരവധി വ്യക്തികൾ, സംഘടനകൾ, ഒപ്പീനിയൻ മേക്കേഴ്സ്, അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകൾ. ഇപ്പോഴത്തെ പുതിയ വാക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്, പുതിയ ജനറേഷന്റെ വാക്ക്. ഇൻഫ്ലുവൻസേഴ്സ്. അതിൻ്റെ കൂടെ വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ കൂടെ നടന്നിരുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൾ. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളല്ല, പക്ഷേ ഇടതുപക്ഷം നല്ലതാണ്, ഇടതുപക്ഷം വന്നാൽ നല്ലതാണ്, ഇടതുപക്ഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും എന്നെല്ലാം പ്രതീക്ഷിച്ച കുറെ നല്ല മനുഷ്യർ. അവർ തിരിച്ചറിഞ്ഞു ഇത് ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്.
അവരുൾപ്പെടെയുള്ള ആളുകൾ ആത്മാർത്ഥമായി UDF-ന്റെ കൂടെയുണ്ട്. ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരുപാട് വ്യക്തികളും AK ആന്റണി അടക്കമുള്ള ഒരുപാട് നേതാക്കളും എന്നെ വ്യക്തിപരമായി വിളിച്ച് അഭിനന്ദിച്ചു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഞാൻ പറഞ്ഞാണെന്നാണ്. പക്ഷേ എനിക്ക് വലിയ ആത്മസംഘർഷമാണ് കുറച്ച് ദിവസം. ഇത് എൻ്റേതല്ല ഈ ആശയം, ഇത് K. കരുണാകരൻ്റെ ആശയം. ഞാൻ 88-ലാണെന്ന് എനിക്കറിയില്ല. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പനമ്പള്ളി നഗറിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാം കൂടെ നിൽക്കും. ലീഡറുള്ളപ്പോൾ എല്ലാവരും പുറത്തുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യിക്കുക. കയറാൻ നേരത്ത് വിദ്യാർത്ഥിയായതിനോട് നമ്മളൊക്കെ കണ്ടുപരിചയോ അറിയുകയൊക്കെ ചെയ്യാം. ഞാൻ അതിന് മുമ്പ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നപ്പോൾ ഒക്കെ അറിയാം. ഒരു വണ്ടി കയറാൻ പറയും ഗുരുവായൂരൂടെ. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഡ്രസ്സുമില്ല, ഒന്നുമില്ല. അതൊക്കെ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാന്ന് കയറാം. എന്നെ കൊണ്ടുപോയി കാണും. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊക്കെ കുറച്ച് ഇളക്കമുള്ള സമയമാണ്, വിദ്യാർത്ഥി നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന സമയം. ഞാൻ അപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അന്ന് ഇപ്പോൾ നേരത്തെ ഈ ശരത്ത് പറഞ്ഞ താടിക്കാൻ G. കാർത്തികേയനാണ്. അപ്പോൾ അദ്ദേഹം ഏകകക്ഷി ഭരണമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം ഞങ്ങളൊക്കെ അതിൽ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ ഞാൻ ലീഡറോട് ചോദിച്ചു, ലീഡർ ഈ UDF എന്ന് പറഞ്ഞത് ഈ ചെറിയ ചെറിയ പാർട്ടികളുടെ ആളുകൾ, കുറേ വ്യക്തികൾ, അവരെല്ലാം കൂടി കൂട്ടി അവർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്ത് സ്ഥാനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ പരാതിയുണ്ട്. എന്താ ലീഡർ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടാണ്, നല്ല ചോദ്യമാണെന്ന് പറഞ്ഞുതരാമെന്ന്. ഫ്രീ ആകുമ്പോഴെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും. വളരെ റിലാക്സ്ഡായിട്ട് ഒരു മൂഡിൽ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, എത്ര വർഷമായി ബംഗാളിൽ CPM ഭരിക്കുന്നു? അന്ന് ഏതാണ്ട് 25 വർഷത്തോളമായി. അപ്പോൾ ഞാൻ പറഞ്ഞു മറുപടി, എന്താ കേരളത്തിൽ ഞാൻ പറഞ്ഞു മാറി മാറി വരും. അതെന്തുകൊണ്ടാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിരമായി ഭരിക്കുകയും ഇവിടെ മാറി മാറി വരികയും ചെയ്യുന്നു എന്നോടുള്ള ചോദ്യം. അപ്പം ഞാനിങ്ങനെ മറുപടി ഇല്ലാതെ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു, അതാണ് UDF മുന്നണിയാണ്. ആ UDF മുന്നണിയാണ്. UDF എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടികൾ കൂടിയത് മാത്രമല്ല. എന്നോട് പറഞ്ഞ വാക്ക്, അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വ്യക്തികൾ, അപ്പോൾ എന്നോട് കുറേ, ഞാനതിവിടെ പറയുന്നില്ല, മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ കുറേ ആളുകളെ കുറിച്ച് പറഞ്ഞു. ഒരാളെ കുറിച്ച്, ഒരു ജില്ലയിലെ ആളെക്കുറിച്ച് ചോദിച്ചു. പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ കൂടെ നിർത്തിയേക്കാം. ആ ആളെ അപ്പുറത്തോട്ട് പോയാൽ എത്ര സീറ്റ് പോകുമെന്ന് ചോദിച്ചു നമുക്ക്. അപ്പോൾ ഞാൻ 2 സീറ്റ് പറഞ്ഞു. സീറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ അതുകൊണ്ട് പറയില്ല, ആളെ മനസ്സിലാവും. അപ്പോൾ പറയാം, അതല്ല, ഒരു 3ാമത്തെ സീറ്റ് കൂടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ജില്ല പറഞ്ഞിട്ട് ചോദിച്ചു, ആള് നല്ല മിടുക്കനാണ്, ആള് പോലെ. ഞാൻ പറയാം, ആള് ചെറിയ പാർട്ടിയല്ലേ, വലിയ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. എന്നോട് പറയും, ആ ആള് പോകുമ്പോൾ ആള് ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യണ ആ സമുദായത്തെ കൂടെ കൊണ്ടുപോകും. ആ സമുദായവും ഇദ്ദേഹവും കൂടി ഒരുമിച്ച് പോയാൽ എത്ര സീറ്റ് പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് ഇതൊക്കെ പഠിക്കുന്ന ആളാണ്, വിദ്യാർത്ഥി. അപ്പം ഞാൻ 1, 2, 3, 4 സീറ്റ് പറഞ്ഞു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, അതല്ല, താൻ വിചാരിക്കാത്ത വേറെ 2 സീറ്റ് പോകുന്നു. ആ സീറ്റ് എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ 2 സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമുദായത്തിന് എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അത്ര സൂക്ഷ്മമായി ഓരോ നിയോജകമണ്ഡലത്തെ അറിയാം. ഓരോ നിയോജകമണ്ഡലത്തിലെയും കമ്മ്യൂണൽ ഇക്വേഷൻ, ബാലൻസ്, UDF-ന്റെ വോട്ട്, LDF-ന്റെ വോട്ട്, ഓരോ മതവിഭാഗങ്ങൾക്കുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം ഇതെല്ലാം അറിയാം. അത് പോകും. അപ്പോൾ എത്ര സീറ്റ് പോകും? 5 സീറ്റ് പോകും. പിന്നെ എന്നോട് 2 വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് KK നായർ, പത്തനംതിട്ടയിൽ. അദ്ദേഹത്തിന് 15,000 വോട്ടുണ്ട്. എന്നോട് പറഞ്ഞു, സ്വന്തമായിട്ട്. നമ്മുടെ കൂടെ നിന്നാലും അദ്ദേഹം MLA ആണ്, അപ്പുറത്ത് നിന്നാലും MLA. പിന്നെ നമ്മുടെ കൂടെ നിർത്തിയാൽ പോലെ ഒരു MLA ആയില്ലേ. രണ്ടാമത് നമ്മുടെ ജയരാജൻ്റെ ഫാദറിനെ കുറിച്ച്, അന്ന് വാഴൂര നാരായണ ഗ്രൂപ്പ് സാർ, അദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ തന്നെ 15,000, 20,000 വോട്ടുണ്ട്. അദ്ദേഹം അപ്പുറത്ത് നിന്നാലും ഇപ്പുറത്ത് നിന്നാലും അദ്ദേഹം MLA. നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഞാൻ പറയുകയാണ്, ഇങ്ങനെ കുറേ വ്യക്തികളെ കുറിച്ച് ഇതൊക്കെ. എന്നിട്ട് പറഞ്ഞ് അന്നൊക്കെ വ്യത്യാസം 1.5-2 ലക്ഷം വോട്ടുകളിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം. ഈ 1.5-2 ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള മികച്ച മത്സരമാണ്. അപ്പോൾ കുറേ പാർട്ടികൾ എന്നതിനേക്കാൾ അപ്പുറമായി വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി UDF-നെ കാണും. ഇതെനിക്കെല്ലാം പറഞ്ഞു തന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, എന്നെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നു. ഇപ്പം ഞാൻ ആ സ്ഥാനത്തിരിക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, CLP ലീഡറാണ്. എന്നെങ്കിലും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാനിത് മനസ്സിൽ കൊണ്ടുനടന്ന ഒരാളാണ്.
ഞാനിപ്പോൾ പറഞ്ഞ UDF എന്ന് പറയുന്നത് കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് എന്ന എൻ്റെ പ്രഖ്യാപനം സത്യമായിട്ട് എൻ്റേതല്ല, അത് CK കരുണാകരൻ്റേതാണ്. അതാണ് മുന്നണി രാഷ്ട്രീയത്തിന് ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് അദ്ദേഹം നൽകിയ ഉപദേശം. ഞാനത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ എനിക്ക് അതിൻ്റെ സമയമായപ്പോൾ ഞാനത് പ്രയോഗവൽക്കരിക്കുകയാണ്. അതായി UDFനെ മാറ്റം. അതുകൊണ്ട് ധൈര്യമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ്. നിങ്ങളൊക്കെ ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് അന്വേഷിച്ചു പോയാൽ ഇപ്പം തന്നെ UDF ഇപ്പം കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അപ്പുറം, ഞാൻ വിശദാംശങ്ങളൊന്നും പറയില്ല, ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇരിക്കുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനേക്കാൾ വിപുലമായ കുറേ കൂടി അടിത്തറയില്ല. അപ്പോൾ സാധാരണ മാധ്യമങ്ങളും ജനങ്ങളും വിചാരിക്കുന്നത് കുറേ പൊളിറ്റിക്കൽ പാർട്ടികൾ വരുമെന്നാണ്. അതൊക്കെ വരുമായിരിക്കാം, വരാതെയൊന്നും പോവില്ല, ഒരുപാട് പേര് വരും. അത് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ 2016-ലും 2021-ലും UDFന്റെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ 26-ലെ മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ UDFന്റെ കൂടെ ഉണ്ടാകും. CK കരുണാകരൻ ഉപദേശിച്ച ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ ആ വിജയരഹസ്യം അതായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയരഹസ്യം എന്ന് പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് പറയാൻ ഇതിനേക്കാൾ നല്ല വേദി ഏതാണ്? ഇതിനേക്കാൾ നല്ല വേദി. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പലരും വിചാരിച്ചത് ഇത് എൻ്റെ ആശയം എന്നാണ്. ഞാൻ വേണമെങ്കിൽ അത് പറ്റിച്ച് എല്ലാവരും കൊണ്ട് നടക്കാമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെ സംഘർഷം എന്നെ അനുവദിക്കുന്നില്ല. ഇത് എൻ്റേതല്ല, അത് K കരുണാകരൻ്റേതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് നൽകുന്ന ഒരാദരവും ബഹുമാനവുമായിരിക്കും, അദ്ദേഹത്തിനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമായിരിക്കും 10 വർഷത്തിന് ശേഷം അദ്ദേഹം സംഘടിപ്പിച്ച ഈ UDFന്റെ കേരള രാഷ്ട്രീയത്തിലേക്കും അധികാരത്തിലേക്കുമുള്ള ഉജ്ജ്വലമായ തിരിച്ചുവരവ്. ഇത് CK കരുണാകരനുള്ള ആദരവായി ഇത് മാറ്റണം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കടക്കം വരുന്ന തലമുറകൾക്കടക്കം എല്ലാവർക്കും ആവേശമായിരിക്കും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മാരകത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതും ഞങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കി. നമുക്ക് 1 വർഷം പറയാമല്ലോ അല്ലേ? 1.5 വർഷമാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി 1.5 വർഷത്തിനകം ആ 1.5 വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഉദ്ഘാടനം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള K കരുണാകരൻ സ്മാരകം. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഡിലേ വന്നത്. ഞാൻ ഇവരെല്ലാവരും മുരളിയേട്ടനടക്കം നിർബന്ധിച്ചിട്ടാണ് അതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത്. ഞങ്ങളെല്ലാം ഒരുമിച്ച്, പാർട്ടി എല്ലാവരും ഒരുമിച്ച് നിന്നു 1.5 വർഷത്തിനകം അത് പൂർത്തിയാക്കുമെന്നുള്ള വാക്കുകൂടി നൽകിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.